എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കുറുപ്പേട്ടന്റെ സാവിത്രി ആ സത്യം തിരിച്ചറിവാണ്. കാരണം വിഷ്ണു കാർ ആക്സിഡന്റ് മരണപ്പെട്ടല്ല, വിഷ്ണുവിനെ ഇല്ലാതാക്കിയത് അപർണയും മണിയുമാന്നുള്ള സത്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സാവിത്രിക്കും കുറുപ്പേട്ടനും. പെട്ടെന്ന് സാവിത്രി വിഷ്ണുവിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. എന്റെ മോനെ, ഈ അമ്മയോട് ക്ഷമിക്കടാ. ഇത്രയും കാലം എന്റെ മോൻ തെറ്റ് ചെയ്തവനാന്ന് ഞാൻ വിശ്വസിച്ചു പോന്നിരുന്നു. പക്ഷേങ്കിൽ എന്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയാന്നുള്ള സത്യം ഇപ്പോഴാ അറിയണേ. ഇനി മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലോ. എങ്കിലും ഒരിക്കലെങ്കിലും നിന്റെ മുന്നേ ഒന്ന് മാപ്പ് പറയാൻ വേണ്ടിയിട്ടായിരിക്കും നിന്നെ ദേവി ഞങ്ങളുടെ കൺമുന്നിലേക്ക് എത്തിച്ചതെന്ന് പറയാം. കുറിപ്പേട്ട് പറഞ്ഞ ശരിയാ, 12 വർഷക്കാലമായിട്ട് നീ ഞങ്ങളോട് പറയാനായിട്ട് എന്ന കാര്യങ്ങളാണ് ഇപ്പം ഞങ്ങൾ അറിഞ്ഞ്. എന്നാലും ഈ ഒരു വലിയ ചതി ചെയ്തിട്ട് ഞങ്ങൾ അത് തിരിച്ചറിഞ്ഞില്ലോടെ മോനേന്ന് പറയാം. പിന്നീട് സാവിത്രി നേരെ അപർണയുടെ അമ്മയുടെ നേരെ തിരിയാണ്. നിങ്ങൾ സ്ത്രീയാണോ? നിങ്ങളൊരു പെറ്റമ്മയല്ലേ? 2 മക്കളെ പ്രസവിച്ചല്ലേ നിങ്ങള്? എന്നിട്ടോ നിങ്ങൾ എനിക്ക് എങ്ങനെ ഈ കൊടും ക്രൂരത എന്നോട് ചെയ്യാനായിട്ട് തോന്നി? ഒരിക്കലും ഇത് പൊറുക്കാനും ക്ഷമിക്കാനോ പറ്റുന്ന കാര്യമില്ല. എനിക്കൊരു ഒറ്റ മോനെ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയാം. പിന്നീട് കുറിപ്പേട്ടൻ വന്ന് അവിടെ നിന്നിരുന്ന ബാലികാദേവിയുടെ അഴുകി പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഇപ്പോഴെന്റെ തെറ്റുകളെല്ലാം എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ഇത്രയും കാലം കരുതി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒന്നും സത്യമല്ല, അതെല്ലാം കള്ളത്തരമായിരുന്ന ബാലികാദേവി പറഞ്ഞു. ഇപ്പം കുറുപ്പേട്ടന്റെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളെല്ലാം കിട്ടിയില്ലേ? വിഷ്ണു 12 വർഷക്കാലം എന്താണ് പറയാൻ ആഗ്രഹിച്ചിരുന്നത്? ഇത് കേട്ടതും കുറുപ്പേട്ടൻ പറഞ്ഞു, അത് മനസ്സിലായി ദേവി. പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ കുട്ടി ആരാന്നറിയണം. ആ കുട്ടീനെ കുറിച്ചുള്ള ഇതും കൂടെ എനിക്ക് കിട്ടണം. കാരണം അപർണയ്ക്ക് വിഷ്ണു അങ്ങനെ കുഞ്ഞുണ്ടായിട്ടില്ല. എങ്കിൽ പിന്നെ ആ കുഞ്ഞാരായിരിക്കണം, അതും കൂടെ പറയണമെന്ന് പറയാം. ഇത് കേട്ടത് അവിടെ നിന്നിരുന്ന ദേവി പറഞ്ഞു, അതിനുള്ള ഉത്തരങ്ങളെല്ലാം അപർണ പറഞ്ഞു തരുമെന്ന് പറയാണ്. ഈ സമയം അവിടെ നിന്ന് വാവ അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് അകത്ത് അപർണ ബോധം കെട്ട് കിടക്കുക. കാരണം വിഷ്ണുവിനെ കണ്ടു കഴിഞ്ഞപ്പോ അപർണ ബോധം കെട്ട് പോയിട്ടുണ്ടായിരുന്നു. വിഷ്ണു മരിച്ചുപോയ വിഷ്ണു ഒരിക്കലും കൺമുന്നിൽ വരിയെന്ന് അപർണ വിചാരിച്ച കാര്യമല്ല. ഈ സമയം വാവ അപർണയുടെ അരിയിലേക്ക് ചെന്നു. നീ ഇനി കിടന്നുറങ്ങിയത് മതി. അതെ, നീ എഴുന്നേറ്റ് വരണം, എന്റെ സത്യങ്ങളൊക്കെ തുറന്നു പറയണം, എഴുന്നേക്കാൻ പറയാണ്. അങ്ങനെ 2-3 വട്ടം പറഞ്ഞു കഴിഞ്ഞപ്പോ അപർണ കണ്ണുകളൊക്കെ തുറന്നു. ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോ അരിയില് ആതിര നിൽക്കുന്നു. വാവ പെട്ടെന്ന് വേഷം മാറിയായിരുന്നു. ആതിരയുടെ വേഷമാണ്. ആതിരയായിട്ട് വേഷപ്രച്ഛന്നനായിരുന്നു. നീയോ, നീ ഇതിലായിട്ടും പോയില്ലെന്ന് ചോദിച്ചിട്ട് ആ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. പിന്നെ അവിടെ ഇരുന്ന് ആധാരം അങ്ങ് എടുത്തു. അപ്പൊ സ്വത്തുക്കൾ മുഴുവനും അവളുടെ പേരിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് ആതിരയുടെ കയ്യെ പിടിച്ച് വലിച്ചിട്ട്, നിങ്ങോട് വാടി, നിന്റെ ഇന്നത്തോടെ ഇവിടുത്തെയുള്ള പൊറുതി തീർന്നു, നീ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ, പന്നെടുത്തേക്ക് തന്നെ പൊക്കോളാനും പറഞ്ഞിട്ട് അവളെ പിടിച്ച് മുറിയുന്ന വെളിയിലേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ മുറ്റത്ത് കൊണ്ടിട്ട് പറഞ്ഞു, എങ്ങോട്ട് വെള്ളം പൊക്കോ. അതെ, 12 വർഷക്കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം സാധിച്ചിരി കിട്ടിയിരിക്കുന്നത്. ഇനി നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാണ്. ഈ സമയം കുറുപ്പേട്ടനും സാവിത്രിയും ബാലികാദേവിയും മണി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ബാലികാദേവി മണിയോട് പറഞ്ഞു, ചെല്ല്, അങ്ങോട്ട് ചെല്ല്, അപർണയ്ക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ കേൾക്കാൻ പറയണം. മണി ഒന്ന് പോകാൻ വിസമ്മതിച്ചു. ബാലികാദേവി പറഞ്ഞു, പോകാനല്ലേ പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ടതും മണി ഓടി അങ്ങോട്ട് പോവാണ്. അങ്ങനെ മണിയെ കണ്ടെന്ന് ചോദിച്ചു, ഏട്ടാ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു. എല്ലാം കേട്ടോണ്ട് കുറുപ്പേട്ടൻ സാവിത്രി അകത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അപർണ ഇത് കണ്ടിരുന്നില്ല. നമ്മുടെ എത്ര നാളത്തെ ആഗ്രഹം, നമ്മൾ എത്ര കാലമായി ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നു. അങ്ങനെ കുറുപ്പിന്റെ സാവിത്രിയുടെ സ്വത്തുക്കളെല്ലാം നമ്മുടെ പേരില്. എന്താണെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞല്ലോ. അത് ഏട്ടനോട് ഞാൻ പറഞ്ഞല്ലേ ഇവളെ കൊണ്ട് എവിടെ കൊണ്ട് കളയണമെന്നും. എന്നിട്ട് ഏട്ടൻ എന്താ അത് ചെയ്യാത്തെന്ന് ചോദിക്കുക. ഇനി ഇവളെ നമുക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ഓർത്ത് നോക്കിയേ, ഇവളെ ഇനി ബാധ്യതയാവും. ഇനിയിപ്പോ ഇവളെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം. ഒരു പക്ഷേങ്കില് ഇവളുടെ അച്ഛനും അമ്മയും അറിഞ്ഞോളും ഇവള് മരിച്ചുപോയെന്ന്. ബോഡി അവർക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇനിയിപ്പോ കുറുപ്പ് സാവിത്രിയും വിചാരിക്കുന്ന എന്താ, ഇപ്പൊ മോള് ഊട്ടിക്ക് പോയെന്നാ. അതുകൊണ്ട് ആ കാര്യത്തിനൊന്നും ടെൻഷൻ വേണ്ട. ഇത്രയും പെട്ടെന്ന് ഇവളെ കൊണ്ട് ഒഴിവാക്കാൻ പറയണം. ഇതെല്ലാം കേട്ടിട്ട് വാവ ആതിരയായിട്ട് നിൽക്കുന്നുള്ളോ, ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഈ സമയം മണി പറയാൻ ശ്രമിക്കുന്നുണ്ട്, അവരവിടെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. പെട്ടെന്നാണ് അങ്ങോട്ട് കുറുപ്പേണ്ണ സാവിത്രി അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടതും ഒന്ന് ഞെട്ടി അപർണയോട് പറഞ്ഞു, ആഹാ, അപ്പൊ നീ ഇത്രയും വലിയ നാടകം കളിച്ചോണ്ട് എത്രയും കാലം ഇരുന്ന് അല്ലേടിന്ന് ചോദിക്കണം. ഇത് കേട്ടതും അപർണ പറഞ്ഞു, അല്ലച്ചാ എന്താ, കൂടുതലൊന്നും പറയണ്ട, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാം. എന്നാലും നീ ഇത്രയും വലിയൊരു ചതിയെന്ന് ഞങ്ങള് പ്രതീക്ഷ കാര്യമില്ലെന്ന് പറയാം. പിന്നീട് കുറിപ്പണി സത്യം പറ, ഈ കുട്ടി ഏതാന്ന് ചോദിക്കുക. ഇത് കേട്ട അപർണ പറഞ്ഞു, അത് വിഷ്ണുവിന്റെ മോള്. കള്ളം പറയുന്നവരും ചോദിച്ചാൽ അടിക്കാനായിട്ട് കൈ ഒങ്ങുവാണ്. പിന്നീട് അപർണ പറഞ്ഞു, അത് പിന്നെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ബാലികാദേവി പറഞ്ഞു, അതെ, കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, എന്താ സംഭവിച്ചെന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ബാലികാദേവി കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങുവാണ്.
കുറുപ്പേട്ടനും സാവിത്രിയും പോയിട്ട് അമേരിക്കയിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് വരുവാണ്. അങ്ങനെ നാട്ടിലേക്ക് വന്നപ്പോൾ അവർക്ക് മോളെ കാണണമെന്നൊരു ആഗ്രഹം. അങ്ങനെ ആഗ്രഹമായിട്ട് നേരെ അപർണയുടെ അടുത്തേക്ക് വരുവാണ്. അവിടെ വന്നപ്പോൾ അവിടെ മോളില്ല. അങ്ങനെ കുറുപ്പേട്ടനും സാവിത്രിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കുറുപ്പേട്ടൻ പറഞ്ഞു, അതെ ഞങ്ങൾക്ക് മോളെ ഒന്ന് കാണണം. ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് അതിനുവേണ്ടി മാത്രമാണ്. ഇനിയിപ്പം ശിഷ്ടകാല ജീവിതം ഇവിടെ തന്നെ ജീവിക്കാനായിട്ട് തീരുമാനിച്ചു മോളോടൊപ്പം. ഇനിയിപ്പം അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ കിടന്ന് അധ്വാനിക്കുന്നു. മോള് ജനിച്ച പിന്നെ ഇതുവരെയായിട്ട് മോളെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഇനി ഞങ്ങളുടെ മോളും ഉണ്ടാവണമെന്ന് പറയാം. ഞങ്ങളുടെ വിഷ്ണുവിന് ചോരയല്ലേ, ഇനിയുള്ള ഏക ആശ്രയം അവളല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും മണിയും അപർണയും പരസ്പരം നോക്കുവാണ്. പെട്ടെന്ന് അപർണ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി. അപർണ പറഞ്ഞു, ഈ 12 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് കുട്ടി ഉണ്ടെന്നൊരു ചിന്ത വന്നിരിക്കുന്ന കുട്ടീനെ അന്വേഷിച്ച് ഇപ്പം മനസ്സിലായ കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടുവേലയ്ക്കൊരു ആള് വേണം അല്ലേ, അതിന് ഈ അപർണയെ കൂട്ടാൻ വേണ്ടി വന്നല്ലേ എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ കുറുപ്പേട്ടൻ പറഞ്ഞു, അതെ ഇവിടെ എന്താണെങ്കിലും ജോലിക്കാർക്ക് പഞ്ഞോടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിന് എനിക്ക് ടെൻഷനില്ല. എനിക്ക് കാണേണ്ടത് എന്റെ കൊച്ചുമോളെയാന്ന് പറയണം. പെട്ടെന്ന് മണി ചാടിക്കയറി പറഞ്ഞു, അല്ല അവള് സ്കൂളിൽ പോയിക്കൊന്നുണ്ട്. സ്കൂളിൽ എവിടെ? എന്താണെങ്കിലും അവളെ കാണണം. അവളെ കൂടെ നിർത്താൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഇനിയിപ്പം ഞങ്ങളുടെ പേരിൽ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിച്ചിട്ട് കാര്യമില്ല. മോളുടെ പേർക്കെല്ലാം എഴുതി കൊടുക്കണം, അങ്ങനെ പ്രമാണമാക്കണം. അതിനു വേണ്ടിട്ടാന്ന് പറയാ. ഇത് കേട്ടത് മണിയുടെ കണ്ണുകളൊന്നും തുടങ്ങി. പെട്ടെന്ന് മണി പറഞ്ഞ, അയ്യോ അവള് ഊട്ടിയിലെ സ്കൂളിലാ, ഇവിടെ അല്ല പഠിക്കണേന്ന് പറയാം. ഓ അങ്ങനെ. അല്ല വിഷ്ണുവിന്റെ അന്തസ്സിന് ചേരുന്നിടത്ത് വേണ്ട ചേർക്കാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ബോർഡിങ്ങിലെ സ്കൂളിലാണ് ആക്കിയിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം കുറുപ്പേട്ടനും സാവിത്രിയമ്മ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതേ മോളെ കൊണ്ടുവരാം. ഒരാഴ്ച മോളെ കൊണ്ട് നിർത്താം. ഇനിയിപ്പോൾ സ്കൂളുകാരുടെ എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞ് കൊണ്ടുവരാന്ന് പറയാം. അങ്ങനെ കുറുപ്പേട്ടനും സാവിത്രിക്കും വാക്ക് കൊടുക്കണം. അവരങ്ങോട്ട് പോവാണ്. ഈ സമയം അപർണ ചോദിച്ചു, അല്ല ഏട്ടൻ എന്ത് പരിപാടിയെ കാണിച്ചേ? ഒരാഴ്ചക്കുള്ള ഏട്ടനെ എവിടുന്നാ കുഞ്ഞിനെ കൊണ്ടുവരുന്നേ? അങ്ങനെ കുഞ്ഞില്ലാന്ന് അറിയാവുന്ന കാര്യമല്ലേ. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവറ്റകളെ പറഞ്ഞു വിടാൻ ഞാൻ ശ്രമിച്ചു കഴിയുമ്പം ഏട്ടൻ എന്ത് വർത്താനം ചെയ്തേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ എൻ്റെ ഏട്ടാ 10-11 വയസ്സുള്ളൊരു പെൺകുട്ടി വേണം. ഈ പെൺകുട്ടിനെ എവിടുന്ന് കിട്ടുമെന്ന് ഓർത്താ ഇരിക്കണേ. അതൊക്കെ ഉണ്ടാക്കാം, നമുക്ക് എവിടെ നിന്നെങ്കിലും കിഡ്നാപ്പ് ചെയ്യാന്ന് പറയാം. അതൊക്കെ നടക്കുന്ന കാര്യമാണോ? എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ചെയ്തിരിക്കുമെന്ന് പറയണം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലികാദേവി നിർത്തുവാണ്. പിന്നീട് ബാലികാദേവി പറഞ്ഞു, അതെ അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയാവോ? ഞാനും മുത്തശ്ശി മണിമാളിയിൽ പോയിട്ട് തിരികെ വരുന്ന വഴിയിൽ എന്നെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചു ഈ മണിയുന്ന ആള്. അത് മാത്രമല്ല തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചതിന് ശേഷം നടക്കാത്തോണ്ട് പിന്നെ അടുത്ത പ്ലാൻ ഇട്ടു. ആദ്യ ചേച്ചി ജയൻ കൊച്ചനൊക്കെ പോകുന്ന ആ ഒരു വണ്ടി ഫോളോ ചെയ്യുക ചെയ്തേ. അങ്ങനെ ചെയ്ത് വണ്ടി മനഃപൂർവ്വം ആക്സിഡന്റ് ആക്കി. ശക്തിയുള്ള പ്രകാശം കണ്ണിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി പാളിപ്പോയി. വണ്ടി പോയി ഇടിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും ബോധം കിട്ടുന്ന സമയത്ത് ആതിര ചേച്ചിനെ കൊണ്ട് ഇവർ കടന്നു കളയുക അവിടുന്ന് ചെയ്തേന്ന് പറയാണ്. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അപർണയും മണി നിൽക്കുക. കാരണം അവർക്ക് മനസ്സിലായി സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് നിർത്തി. ഇതിന് ശേഷം ബാലികാദേവി പറഞ്ഞു, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ കണ്ണടയുടെ ഒന്നിന്റെ ആവശ്യമില്ല. ഇത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് ഇതിലെ ഇവിടെ ആദരിച്ച് നിൽക്കുന്നുണ്ടല്ലോ. ആദരിച്ച് സത്യങ്ങളൊക്കെ തുറന്നു പറയും. ഇവിടെ വന്നതിന് ശേഷം എന്താ സംഭവിച്ചെന്നുള്ളത്. പിന്നീട് ആതിരയായി നിൽക്കുന്ന വാവ് പറയണം, ഇവിടെ വന്നതിന് ശേഷം ഇവരെന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. കാരണം മറ്റൊന്നുമല്ല, എന്നെ ചീത്തറയൊക്കെ ചെയ്തു. ഒരു കാരണവശാലും നിന്നെ തട്ടിക്കൊണ്ട് വന്ന കാര്യം പുറത്ത് പറയില്ല. പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ നിന്നെ കൊന്നുകളയും. നിന്റെ അച്ഛനെ അമ്മേനെയും അഖിൽമോനെ എല്ലാവരും കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് തന്നെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പേടിച്ച് മുറിക്കകത്ത് തന്നെ ഇരുന്നു. എന്നെ മുറിക്കകത്ത് വിട്ടിട്ട് പൂട്ടുക ചെയ്തേ. മുറിക്കകത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർത്ത് കളയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആ ഒരു വല്ലാത്ത പേടിയായിരുന്നു ഉണ്ടായിരുന്നേ. എന്ത് സംഭവിക്കാന്ന് വിചാരിച്ച ഇരുന്നേ. പിന്നീട് ഇവര് പുറത്ത് ഭയങ്കര പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ നടത്തി. അങ്ങനെ അവസാനം പൗർണമി പൂജയിൽ അന്ന് കുറുപ്പേട്ടൻ വന്നിട്ട് അന്ന് ബാലികാദേവിയോട് വരുമെന്നും ബാലികാദേവിയുടെ മുന്നിൽ എന്നെ കൊണ്ടുചെല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഈ അപർണ അവിടെ സ്ത്രീ എന്താ ചെയ്തെന്നറിയാവോ? എന്റെ മുറിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ അവരെങ്ങാനും വന്നു നിന്നെ പുറത്തിറക്കും. ആ സമയത്ത് നീ ഒരു കാരണവശാലും പറയരുത് നിന്നെ തട്ടിക്കൊണ്ട് വന്നാന്ന്. അങ്ങനെയാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നിന്നെ പിന്നെ പുറലോകം കാണത്തില്ല. നിന്റെ അച്ഛനെ അമ്മേനൊന്നും ഒരിക്കലും കാണത്തില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് പറയാം. ഇത് കേട്ടതും കുറുപ്പേണ്ണും സാവിത്രിയും പരസ്പരം നോക്കുകയാണ്. അവർക്ക് മനസ്സിലായ കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താന്നുള്ളത്. കാരണം അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ അവർക്കറിയാലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളത് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.